ഇന്നത്തെ സിറാജ് ദിനപത്രത്തില് ജമാഅത്തെ ഇസ്ലാമിയുടെ ധൃതരാഷ്ട്രാലിംഗനം എന്ന ഹെഡിങ്ങിൽ ഒരു ലേഖനമുണ്ട്. സുന്നി യുവജന സംഘം SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരമാണ് ലേഖകൻ. ആ ലേഖനം ആരംഭിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് മുന്നണിയിലെത്തിച്ചിരിക്കുകയാണ് UDFലെ ചില നേതാക്കൾ. രണ്ട് ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മുന്നണി പ്രവേശം സാധ്യമാക്കിയത്. ഒന്ന്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടല്ല സഖ്യമുണ്ടാക്കിയത്, വെൽഫെയർ പാർട്ടിയുമായിട്ടാണ്. ഈ വാദം ഞങ്ങൾക്ക് RSSുമായി ബന്ധമില്ല, BJPയുമായാണ് സഖ്യമുള്ളത് എന്ന് പറയും പോലെയാണ്. വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിന് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വേറിട്ട ഒരു അസ്തിത്വമുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യമുയർത്തിക്കൊണ്ടാണ് റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ ലേഖനം ആരംഭിക്കുന്നത്. അതിനുശേഷം ഈ കൂട്ടുകെട്ടിന്റെ അപകടം, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ അപകടങ്ങൾ, ഇനി VD സതീശൻ ന്യായീകരിക്കുന്നത് പോലെ അത് തിരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരതിൽ തന്നെ തുടരുകയാണോ തുടങ്ങിയ വിശദമായ ചർച്ചകളാണ് ലേഖനത്തിലുടനീളമുള്ളത്. 1-2 ദിവസം മുമ്പാണ് EK വിഭാഗം യുവജന സംഘടനയുടെ നേതാവായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് UDFന്റെ സമാനമായി ഈ ഒരു കൂട്ടുകെട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമാനമായ ആശയത്തിലുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം ഫേസ്ബുക്കിലിടുന്നു. മീഡിയകളിലൊക്കെ അത് ചർച്ചയാവുകയുണ്ടായി. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന 2 സുന്നി യുവജന സംഘടനകളുടെ നേതാക്കൾ വളരെ ശക്തമായ വിമർശനങ്ങൾ, വിയോജിപ്പുകൾ UDFനെതിരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഏതാനും മാസങ്ങളായി UDF ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് പ്രകടമാക്കാൻ തുടങ്ങിയത് മുതൽ തന്നെ പാരമ്പര്യ മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ വിയോജിപ്പുകൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പം EK സുന്നികളെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായി UDFന് മുസ്ലിം ലീഗിന് അടിമപ്പണി ചെയ്ത് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് EK വിഭാഗം സുന്നികൾ. ആ EK വിഭാഗം സുന്നികളുടെ വിമർശനങ്ങളോ വിയോജിപ്പുകളോ മുഖവിലക്കെടുക്കാതെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് പരസ്യമാക്കാനും ഒരു വേള ജമാഅത്തെ ഇസ്ലാമിയെ ജമാഅത്തുകാരെക്കാൾ ആവേശത്തിൽ വെളുപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം പോലും UDFൽ നിന്ന് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന് മാത്രക്ക് വലുപ്പമുണ്ടോ? സത്യത്തിൽ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ 0.5% പോലും പ്രതിനിധീകരിക്കാത്തൊരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. നമുക്ക് ആർക്കെങ്കിലും ഒരു ബാല്യകാല ജമാഅത്ത് സുഹൃത്ത് എന്ന് പറയാൻ പറ്റുന്ന ഒരു ജമാഅത്തുകാരനുണ്ടോ? നമ്മളൊക്കെ ഒരു ജമാഅത്തുകാരനെ കണ്ടുമുട്ടുന്നത് എപ്പോഴാണ്? ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ, കോളേജിലൊക്കെ പോകുമ്പോൾ. ചിലപ്പോൾ അപ്പോഴും ഇല്ലാത്ത ആളുകളായിരിക്കും ബഹുഭൂരിഭാഗവും. അത്രയും അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു ഇനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തമാശ രൂപേണ പറയുക, ക്ലോസറ്റിൽ വെള്ളം ഒഴിച്ചതുപോലെ എന്നാണ്, കൂടെയില്ല കുറേയില്ല, ആ ഉള്ളോൽ അങ്ങനെ ഉണ്ടാകും. ഈ രൂപത്തിലുള്ള ഒരു പ്രസ്ഥാന ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്താനും അതിനുവേണ്ടി പ്രബലമായ സുന്നി സംഘടനകളെ പോലും വെറുപ്പിക്കാനും മുസ്ലിം ലീഗ് തയ്യാറായതിന്റെ കാരണം എന്താണ് എന്ന് എനിക്ക് ആലോചിച്ച് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ജമാഅത്തിന്റെ കയ്യിലുള്ള മീഡിയകളുടെ സ്വാധീനം കാരണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്താണ് കാരണമെന്ന് നമുക്ക് UDFൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ പാരമ്പര്യ സുന്നി മുസ്ലിങ്ങളുടെ വിയോജിപ്പുകളോ വിമർശനങ്ങളോ മുഖവിലക്കെടുക്കാൻ ലീഗോ കോൺഗ്രസോ UDFോ തയ്യാറല്ല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള വർഗീയ സ്വഭാവമുള്ള ഒരു സംഘടനയെ കേരളത്തിൽ എക്കാലവും അകറ്റി നിർത്തിയത്, ഒരുപക്ഷെ ഇവിടുത്തെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് പല മുന്നണികളും പാർട്ടികളും പലതരത്തിലുള്ള ബന്ധങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നടത്തിയിട്ടുണ്ടാകാം. എങ്കിലും ഇപ്പോൾ UDF ചെയ്യുന്നത് പോലെ താത്വികമായ ന്യായീകരിക്കലുകളും വെളുപ്പിക്കലുകളും ഒന്നും ഒരു കാലത്തും ഒരു പാർട്ടിയും ഒരു മുന്നണിയും ചെയ്തിട്ടില്ല എന്നതും വസ്തുതയാണ്. പക്ഷേ എല്ലാ കാലത്തും അത്തരത്തിലുള്ള തീവ്ര ആശയങ്ങളുള്ള വർഗീയ സ്വഭാവങ്ങളുള്ള സംഘടനകളുമായി അകലം പാലിച്ചു പോന്നവർ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ തന്നെയാണ്. 2 വിഭാഗം സമസ്തയുടെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൂർവകാല പ്രസിദ്ധീകരണങ്ങളും അവരുടെ യോഗങ്ങളുടെ തീരുമാനങ്ങളും എല്ലാം പരിശോധിക്കുമ്പോൾ ഇത്തരം പ്രസ്ഥാനങ്ങളെ പടിക്ക് പുറത്ത് നിർത്തിയതായിട്ട് നമുക്ക് കാണാം.
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് വരുന്ന മദ്രസകൾ ഇപ്പൊ നമ്മുടെ നാട്ടില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഗ്രാമങ്ങളിലും സമസ്തയുടെ, അതോടൊപ്പം തന്നെ EK വിഭാഗത്തിന്റെ മദ്രസകളും പള്ളികളുമാണല്ലോ. ഇവിടെ പഠിപ്പിക്കുന്ന മദ്രസകളിൽ പഠിപ്പിക്കുന്നത് പോലും ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുമായി സൗഹൃദം വെക്കരുത്, അവർക്ക് സലാം പറയരുത്, അവരോട് വിവാഹബന്ധം പോലും പാടില്ല. കാരണം അത്രമേൽ ഇത്തരത്തിലുള്ള വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളെ പടിക്ക് പുറത്ത് നിർത്താൻ ഏറ്റവും ജാഗ്രതയോടുകൂടി പെരുമാറിയ ആളുകളാണ് ഇവിടെയുള്ള സുന്നി ഉലമാക്കളും നേതൃത്വവും അതിന്റെ പ്രവർത്തകരും. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള SDPI പോലെയുള്ള സംഘടനകൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാതൊരു വേരോട്ടവും ഇല്ലാതെ ശോഷിക്കുന്ന സ്ഥിതിവിശേഷം സംജാതമായത്. അവരുടെ പരിണാമങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. എത്ര തരം മുഖമൂടികളാണ് ജമാഅത്തെ ഇസ്ലാമി നിരന്തരം മാറി മാറി അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പാരമ്പര്യ മുസ്ലിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പള്ളിയിൽ എന്നല്ല, പള്ളിയുടെ മൂത്രപ്പുരയുടെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കില്ല എന്നതാണ് അവരുടെ പ്രഖ്യാപിത നയം. അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ, ഒരു വിഭാഗത്തെ പരസ്യമായി ചേർത്ത് പിടിക്കുകയും കാലങ്ങളോളം ഇപ്പൊ മുസ്ലിം ലീഗിന്റെ MLA-മാരെ എത്രയും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ MLA-മാരെയും MP-മാരെയും നോക്കുകയാണെങ്കിൽ അത് എത്ര സുന്നികൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കർണാടകയിലൊക്കെ കാസ്റ്റ് സർവേ വരികയാണ്, അതിൽ സബ് കാസ്റ്റുകളായിട്ട് സുന്നി, സലഫി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ കീഴിൽ ഇന്നേ വരെ ഉണ്ടായ MLA-മാരിലും MP-മാരിലും മന്ത്രിമാരിലും സുന്നികളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷമായിരിക്കും. അത്രയും ചെറിയ എണ്ണം മാത്രമേ ഉണ്ടാകുള്ളൂ. ബഹുഭൂരിപക്ഷവും സലഫി പ്രസ്ഥാനത്തിൽ നിന്നൊന്ന ആളുകളാണ്. അപ്പൊ എക്കാലത്തും പാരമ്പര്യ മുസ്ലിങ്ങളോട് കാണിക്കുന്ന അവഗണനയുടെ ഒരുതരം പുച്ഛ മനോഭാവത്തിന്റെ തുടർച്ചയാണ് ജമാഅത്തെ ഇസ്ലാമിയോട് കാണിക്കുന്ന ഈ ചേർത്ത് പിടിക്കലുകളും. ഇത് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന, ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുത്ത സീറ്റുകളുടെ എണ്ണം ആലോചിച്ച് നോക്ക്. വെൽഫെയർ പാർട്ടിക്ക് എത്ര സ്ഥലത്താണ് സീറ്റ് കൊടുക്കുന്നത്? പാണക്കാട് കുടുംബത്തിൽ നിന്ന് പോലും ജമാഅത്തെ ഇസ്ലാമിയെ പടിക്ക് പുറത്ത് നിർത്തിയ, അടുപ്പിക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും തറവാട്ടിന്റെ മുറ്റത്ത് നിന്ന് പോലും പിന്മുറക്കാർ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ പാരമ്പര്യ മുസ്ലിങ്ങളോടുള്ള, പാരമ്പര്യ മുസ്ലിം നേതൃത്വത്തോടുള്ള, ഉലമാക്കളോടുള്ള ശക്തമായ വെല്ലുവിളിയാണ്. എങ്ങനെയാണ് ആ വെല്ലുവിളിയെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഈ നാട്ടിലുള്ള സുന്നി വിശ്വാസികൾക്കുമുണ്ട്.